അപ്പൊ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ബാച്ചുകൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഒരു വിരാമം കുറിച്ചുകൊണ്ട് കമ്പനി ബോർഡ് LGSന്റെ പുതിയ ബാച്ച് നമ്മൾ ഈ വരുന്ന ഡിസംബർ 6-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് എല്ലാവരും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഡിസംബർ 3 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉള്ളത്. അപ്പൊ ഒട്ടും താമസിയാതെ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. തുടർന്ന് നമ്മുടെ ഇതുവരെയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ LDC ആണെങ്കിലും അല്ലെ, LQP ആണെങ്കിലും അതുപോലെ LGSനാണെങ്കിലും റാങ്കുകൾ വാരിക്കൂട്ടിയ ചരിത്രമായിരുന്നു നമ്മൾ ഇതിന് മുന്നേ ബാച്ച് ഉണ്ടായിരുന്നത്. അപ്പോ ഇനി വരാൻ പോകുന്ന ബാച്ചുകളിലും ഈ ചരിത്രം ആവർത്തിക്കാൻ ഡിസംബർ 6 തുടങ്ങുന്ന ഈ ബാച്ചില് ഉടനെ തന്നെ ജോയിൻ ചെയ്യണം. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. തീർച്ചയായും നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കം മുതലേ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം, ഈ പരീക്ഷയ്ക്ക് പ്രിലിംസ് ഉണ്ടോ മെയിൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പൊ ആ ഒരു കാര്യം PSC ഇതുവരെ കൺഫേം ആയി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കും അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ബാച്ച് കണ്ടക്ട് ചെയ്യുന്നത് LGSന്റെ മെയിൻസ് സിലബസ് പ്രകാരമാണ്. പിന്നെ ഒരു LGS ലെവൽ എക്സാമിന് നിങ്ങൾക്ക് അറിയാം, അതിന്റെ പ്രിലിംസ് ലെവൽ എക്സാമും മെയിൻസും തമ്മിൽ സിലബസിൽ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. നിങ്ങൾ മെയിൻസിന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസും ആ കാര്യങ്ങൾ വെച്ച് തന്നെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം. രണ്ടും എഴുതാം. ഇപ്പൊ രണ്ടുണ്ടെങ്കിൽ രണ്ടും എഴുതാം, ഇനി ഒന്ന് മാത്രമാണെങ്കിൽ ഒന്നും എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ ഉണ്ടാവും. നമുക്ക് ബാച്ചിൽ ആരൊക്കെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ല പരിചയപ്പെടാം. എന്തായാലും നമ്മുടെ ബാച്ചിന്റെ ലീഡായിട്ട് നമ്മുടെ 2 ഐക്കൺസ് തന്നെ, മൻസൂർ അലി സാറും ഉണ്ടാവും, അതുപോലെ ജെറിൻ സാറും ഉണ്ടാവും. മൻസൂർ അലി സാറ് ഹിസ്റ്ററി എടുക്കുന്നു, ജെറിൻ സാറ് നിങ്ങൾക്ക് വേണ്ടി സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ഭാഗങ്ങളായിരിക്കും എടുക്കുന്നത്. അതോടൊപ്പം മാത്സ് കൈകാര്യം ചെയ്യാൻ ഇസ്മയിൽ സാർ ഉണ്ടാവും അല്ലെ. അതോടൊപ്പം അജ്മൽ സാറും ഇസ്മയിൽ സാർ ആയിരിക്കും മാത്സിന്റെ ഭാഗം കൈകാര്യം ചെയ്യുക. പിന്നെ ഹിസ്റ്ററി ഭാഗം മൻസൂർ സാറിനോടൊപ്പം കൈകാര്യം ചെയ്യുന്നത് അനന്ത് സാർ ആയിരിക്കും ഹിസ്റ്ററി പാർട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇനി നമുക്ക് CA ആണ് വരുന്നത്. CA എടുക്കാനായിട്ട് 20 മാർക്കാണ്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. പ്രമോദ് സാറും ഉണ്ടാവും, അതുപോലെ പ്രദീപ് സാറും ഉണ്ട്. അതിൽ ആർട്ട്, കൾച്ചർ ആൻഡ് സ്പോർട്സ് ഭാഗം കൂടെ പ്രമോദ് സാറ് കൈകാര്യം ചെയ്യുന്നതായിരിക്കും. പിന്നെ ജോഗ്രഫി ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എബിൻ സാറും സുരേഷ് സാറും ആയിരിക്കും. അവർ ജോഗ്രഫി ഭാഗം കൈകാര്യം ചെയ്യുന്നത് എബിൻ സാറും സുരേഷ് സാറും ആയിരിക്കും. പിന്നെ നമ്മുടെ സയൻസിന്റെ ഭാഗങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ സയൻസ് എടുക്കാനായിട്ട്, കെമിസ്ട്രി എടുക്കാനായിട്ട് നമുക്ക് 2 ടീച്ചേഴ്സ് ഉണ്ട്. ജംഷീന മിസ്സും ഉണ്ട്, അതുപോലെ സരിത് ലാൽ സാറും ചേർന്നായിരിക്കും കെമിസ്ട്രി എടുക്കുന്നത്. പിന്നെ ഫിസിക്സിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ദീപിക മിസ്സും സിവി സാറും കൂടെ ചേർന്നിട്ടായിരിക്കും ഫിസിക്സ് കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ലൈഫ് സയൻസിന്റെ ഭാഗം കൈകാര്യം ചെയ്യുന്ന സ്വാതി മിസ്സാണ്. പിന്നെ എക്കണോമിക്സിന്റെ അവസാന വാക്ക് ശരത് സാർ ഇവിടെ ഉണ്ട്. ശരത് സാർ നിങ്ങൾക്ക് LGSലെ എക്കണോമിക്സ് സെറ്റ് ആക്കി തരും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം കൈകാര്യം ചെയ്യുന്നത് ആനന്ദ് സാറും പ്രവീൺ സാറും ആയിരിക്കും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പോ തുടർന്ന് നമ്മളിപ്പോ ഇവിടെ കാണുന്നത് നമ്മുടെ റാങ്ക് ജേതാക്കളെ, ഇത് 1ാം റാങ്ക് മാത്രമാണ് അല്ലെ. അതെ, അപ്പോ LP UP റാങ്കുകളില് 14 ജില്ലകളിൽ 7 ജില്ലകളാണ്. അതുപോലെ LDC ആണെങ്കിലും ഇനിയിപ്പോ നമ്മുടെ കഴിഞ്ഞ LGS ആണെങ്കിലും ഏതാണെങ്കിലും എല്ലാത്തിലും ടോപ്പ് റാങ്കുകൾ, അതടക്കം ഒരുപാട് റാങ്കുകൾ നമ്മൾ വാരി കൂട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആ ഒരു വട്ടത്തിൽ ഫോട്ടോ വരാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക്. അപ്പൊ ഇനി ഇവർക്ക് അറിയണ്ടേ സാറേ നമ്മുടെ എങ്ങനെ പഠിക്കണം, എന്താണ് ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ, എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യങ്ങളാണ് അവർ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് LGS ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ SCRT വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ അടക്കം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസുകൾ കണ്ട എല്ലാവരും ചേർന്ന് വളരെ ഉഷാറായിട്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ബേസ് മുതൽ തുടങ്ങുന്ന ആ ഒരു ലെവലിൽ നിന്ന് എടുത്തു പോകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ എന്തൊക്കെ പ്രത്യേകതകൾ പറയാം. പിന്നെ സാറേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് LGSന് പോലും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് വളരെ എളുപ്പ വഴികളുണ്ട്, എലിമിനേഷൻ ട്രിക്കുകളുണ്ട്. അതൊക്കെ നമുക്ക് ക്ലാസ്സുകളിലൂടെ നമുക്ക് സെറ്റ് ആക്കി മുന്നോട്ട് പോവാം. പിന്നീട് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യം, റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മൾ എടുക്കുന്ന ക്ലാസ്സിന്റെ ആ ലൈവ് ക്ലാസ്സുകളായിരിക്കും ക്ലാസ്സുകൾ കിട്ടുക. അത് റെക്കോർഡായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതിന്റെ ഏറ്റവും വലിയ ഗുണം, നിങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ, ഇടയ്ക്ക് ടോപ്പിക് ഒന്നുകൂടി നോക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഇതിലേക്ക് പോവാം. നമ്മുടെ മെറ്റീരിയൽസ് ക്ലാസ്സിന്റെ ആ എടുത്ത മെറ്റീരിയൽസ് ടീച്ചേഴ്സ് എഴുതിയത് അടക്കവും അല്ല എഴുതാത്തത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഒറ്റയടിക്കുള്ള റിവിഷൻ ആക്ച്വലി ആ PDF എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മതിയാവും. നമ്മുടെ ക്ലാസ്സിൽ എന്ത് എടുത്തോ അതൊക്കെ PDF-ൽ ഉണ്ടാവും. പിന്നീട് ഡൗട്ട് ക്ലാരിഫിക്കേഷനും എക്സാം ആണ് അടുത്തെടുത്ത് പറയേണ്ട കാര്യം. റിവിഷൻ എക്സാംസ്, ഇടയിലേക്ക് മോക്ക് എക്സാംസ്, അതെല്ലാം കൂടെ അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും കമ്പനി ബോർഡ് LGS 2.0 എന്ന് പറഞ്ഞ ബാച്ച്. പിന്നെ ഇനി നമുക്ക് പറയേണ്ടത് അതിന്റെ ഫീസ് പാർട്ടിലേക്ക്. വളരെ അഫോർഡബിൾ ആണ്. പിന്നെ സൈലാണ് നിങ്ങൾക്ക് അറിയാം അഫോർഡബിൾ ആയിരിക്കും ഫീസ്. പ്രത്യേകിച്ച് LGS ഒക്കെ നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ്ങിനാണ് കൊടുക്കുന്നത്. വാലിഡിറ്റി ടിൽ എക്സാം വരെയാണ്. നമുക്ക് വെറും 1499 രൂപയാണ് കോഴ്സ് ഫീസ് പറയുന്നത്. ഒരു മാസമല്ല കേട്ടോ, ഈ കോഴ്സിന്റെ മൊത്തം ഫീസാണ് 1499 രൂപയാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഒട്ടും താമസിക്കേണ്ട, വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ.
അല്ലെ നമുക്ക് ആ, ക്ലാസ് റാങ്ക് അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ബാച്ചിൽ